ഹായ്, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കൊപ്ര ചുട്ടെടുത്ത് ചമ്മന്തി എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ ആദ്യം കൊപ്ര ഒരു പാത്രത്തിൽ വെച്ച് കുറച്ച് കഷ്ണങ്ങളാക്കി വയ്ക്കുക. ഇത് നമ്മൾ ചെയ്യുന്നത് സ്റ്റൗവിലാണ്. നമുക്കിതേ സമയം ഇത് പുറത്തെ അടുപ്പ് വേണേലും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ട് സ്റ്റൗവിലാണ് യൂസ് ചെയ്യുന്നത്. ഓരോ പീസസ് എടുത്താണ് ചെയ്യുന്നത്. ആദ്യം ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യുക. അതിനുശേഷം കൊപ്രയിലേക്ക് തീ കുറച്ച് പിടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് തീ പിടിച്ചാൽ മതി, അപ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അധികം കരിഞ്ഞു പോകാതെ നോക്കണം. ചില പോർഷൻസൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വെന്തിട്ടുണ്ടാവില്ല, അത് പ്രശ്നമില്ല. ഇത് പുറത്ത് ചെയ്യുന്ന സമയത്ത് 5-6 ചിരട്ട ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഓരോന്നും ഇവിടെ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പപ്പടമൊക്കെ കാച്ചുന്ന കമ്പിയാണ്. ഇതിലേക്ക് നമുക്ക് കോർത്തിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ ആ സമയത്ത് ഒരുപാട് തീ നന്നായിട്ട് ആളി കത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ഇവിടെ ഞാൻ ഓരോന്ന് വെച്ചാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് വരും, അതായത് വെള്ള കളറിൽ നിന്ന് ഒരു കറുത്ത കളറിലേക്ക് മാറുമ്പോഴാണ് ഇതിൻ്റെ ഒരു പരുവമാവുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ലാണ് നമുക്ക്. ഒരുപാട് തീ ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ഊതിക്കെടുത്തിയാൽ മതി. അതിനുശേഷം ഞാൻ ഓരോ പീസ് എടുത്തിട്ട് അതിൽ കരിഞ്ഞ പോർഷൻസ് അല്ല ഒരു കളർ ചേഞ്ച് വന്ന ഒരു പോർഷൻസ് ചിരണ്ടി മാറ്റുകയാണ്. അധികം കളയണ്ട, കുറച്ച് ഒരു കരിഞ്ഞെന്നൊക്കെ ഫീൽ ചെയ്ത് ആ ഒരു പോർഷൻസ് നമ്മൾ മാറ്റുകയാണ് ഇവിടുന്ന്. നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ് ഇവിടെ. ഒരു പേപ്പറിലേക്ക് വെക്കുന്നതാണ് നല്ലത്, അതാകുമ്പം പേപ്പറോടെ എടുത്ത് നമുക്ക് കളയാലോ. വേസ്റ്റായ സാധനം നമുക്ക് പേപ്പറോടെ എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഓരോന്നെടുത്ത് ചിരണ്ടി മാറ്റുക, നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. ഇവിടെ ഞാൻ ഒരു 10 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. വലിയ സൈസാണ് 10 മതി, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണം. ഒരു ടീസ്പൂൺ സോൾട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എരിവുള്ള ടൈപ്പ് മുളകാണ് എടുത്തിരിക്കുന്നത്. കാന്താരിയാണെങ്കിൽ ഒരു 10 മതി, അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കുക. ഒരു 5 ഒക്കെ എടുക്കാം. ഇതെല്ലാം നമ്മൾ ഒരു ഉണങ്ങിയ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തതാണിത്. അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പണ്ട് കാലത്തെ വീടുകളിലൊക്കെ ഇതൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. നമുക്കിത് ചോറിന് ഈ ഒരൊറ്റ കറി മതി, നന്നായിട്ട് നമുക്ക് ചോറുണ്ണാനൊക്കെ പറ്റും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും റെഡിയാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.